എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് നമ്മളെ വീഡിയോ ആണ്. പൊളിച്ചു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് കൂടുതലേ. അതെ, ഞങ്ങൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇത് ഓൾറെഡി പൊളിച്ചു. എന്താന്ന് വെച്ചാൽ ഇത് വന്നത് ഇന്നില്ല, ഞങ്ങക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് ഞങ്ങക്ക് അച്ഛൻ അപ്പൊ ഇത് അറിയണ്ടായിരുന്നില്ല. ഏട്ട സർപ്രൈസ് ആയിട്ട് ബുക്ക് ചെയ്തത്. അപ്പൊ വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുത്തിട്ട് എന്താണെന്ന് അറിയില്ല, വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ കറണ്ടും ഉണ്ടായിരുന്നില്ല, വെളിച്ചം ഉണ്ടായിരുന്നില്ല, നല്ല മഴ. അപ്പൊ പിന്നെ ഞങ്ങക്ക് അത്ര ക്ഷമയില്ലാത്തതാണ് നമ്മള് വേഗത പൊളിച്ചു എടുക്കണ്ടേ. ഞങ്ങളിത് പൊളിച്ചു നോക്കി ഇത് ഞാൻ ചാർജ് ചെയ്തൊക്കെ സെറ്റാക്കി. എന്നാലും ഒന്നും കൂടെ പൊളിക്കുന്നതാണ്. വീണ്ടും ഞാൻ ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് ഒന്നും കൂടെ തുറന്നു നോക്കാം. നമുക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല അല്ല ഇതായിരിക്കുന്നത്. വെല്ലുമേടെ കുട്ടികൾക്ക് 2 കുട്ടികളുണ്ട്. വെല്ലുമേടെ കുട്ടികളും 2 കുട്ടികളും അവരിവിടെ ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ പോട്രോണിക്സ് -7 മൈക്കാട്ടാ. എനിക്ക് സത്യമാണ് അതിന്റെ ഒരു ABCD അറിയില്ല. ഇത് കൊണ്ടുവന്നപ്പോ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വർക്ക് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന. അപ്പൊ യൂട്യൂബിൽ നോക്കി എങ്ങനെ എന്താ ചെയ്യേണ്ടതൊക്കെ നോക്കി പൊളിക്കും. അപ്പൊ ഇതാണ് സംഭവം. ഞാനിത് ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇന്നലെ വേഗം കറണ്ട് പോയാലോന്ന് വിചാരിച്ചിട്ട് വേഗം ഇന്നലെ തന്നെ ചാർജ് ചെയ്ത് വെച്ചു. ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണില് കാണിച്ചു തരാം. ഇതില് നിൽക്കാമതൊന്ന് പറയട്ടെ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കിയിട്ട് ഓണാക്കാം. ഓണാക്കുമ്പോ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നതാണ്. എന്നിട്ട് അതിലേറ്റിട്ട് ഇതെടുത്തിട്ട് ഇവിടെ നമ്മുടെ ഈ ചാർജ് ചെയ്യുന്നിടത്ത് കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഫോണിൽ പറ്റില്ല, എന്റെ ഫോണിലാണ് പറ്റില്ല. അപ്പൊ ഇത് ഇതിൽ കുത്തുമ്പോ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. ഇവിടെ റെഡ് ലൈറ്റ് കത്തും. അപ്പൊ ഇത് കണക്ട് ആയി നടത്താം. എന്നിട്ട് നമ്മള് വീഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ എഴുതി കാണിക്കോ കണക്റ്റഡ് എന്ന്. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. അത്രയുള്ള പരിപാടി എല്ലാവർക്കും അറിയണം. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണോണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മ പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം. ഇനി ഇത് കുറെ യൂസ് ചെയ്തതിന് ശേഷം നല്ലതാണോ അടിപൊളി ആണോ എന്നുള്ളതൊക്കെ ഞാൻ പറയാം. എന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പേടിയപ്പോ യൂസ് ചെയ്യാം. പിള്ളേര് ചെറുതായതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും നാശാവുന്നത് ഫോണ് അല്ലെങ്കിൽ ചാർജർ, ഹെഡ്സെറ്റ് ഒക്കെ എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് നാശം. നോക്കാൻ പറ്റില്ല ചില സമയം. നമ്മൾ എത്ര സൂക്ഷിച്ചു കൊണ്ടുവച്ചാലും എപ്പോഴെങ്കിലും നമ്മൾ വല്ല കോള് വന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് ടേബിളിൽ വെക്കുക. അപ്പോഴേക്ക് ചെറിയ ആള് വന്നെടുക്കും. ഇതിപ്പോ അങ്ങനെ നശിപ്പിക്കുന്നില്ല. ഇത്തിരി വലുതായ കാരണം ചെറിയ ആള് വന്നെടുക്കും, നാശാവും. കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പേടിയാ. പക്ഷെ ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു വാങ്ങിച്ചാലോന്ന്. പിന്നെ ഇപ്പൊ വീഡിയോ കിട്ടു തുടങ്ങിയിട്ടല്ല, കുറച്ച് നാള് കഴിയുമ്പോ സെറ്റ് ആവുമ്പോ വാങ്ങാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സർപ്രൈസ് ആയിട്ട് ബുക്ക് ചെയ്ത് തന്നാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ എന്റെ 1-2 വീഡിയോസ് ഇട്ടപ്പോ വോയിസ് കൊടുത്തതിൽ കുറച്ച് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നിയെന്നായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ 2-3 ദിവസമായിട്ട് അതല്ല, നല്ല മഴയാ. എങ്ങനെ ഡോറൊക്കെ അടച്ചിട്ട് എടുത്താലും എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ പിള്ളേരുള്ള കാരണം കൊണ്ട് പറയും വേണ്ട. അപ്പൊ ഇതെന്തായാലും എനിക്ക് ആവശ്യമുള്ള സാധന, അതുകൊണ്ട് സന്തോഷായി. ഇനി ഇത് കുറെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ റിവ്യൂ പറയാട്ടാ. അപ്പൊ സംസാരിക്കാം ഫോണിൽ. ഇപ്പൊ കണക്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ അത്രക്കുള്ളൂന്ന് പറഞ്ഞ. അപ്പൊ ഇതിന് നമ്മൾ ആരോടെ താങ്ക്സ് പറയേണ്ടത്? നമുക്ക് പറയാം അല്ലേ? അപ്പൊ നമുക്ക് പോവാം.
അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ള എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ യൂസ് ചെയ്യാൻ. പക്ഷെ എനിക്ക് ഇതിന്റെ ABCD അറിയാത്ത കാരണം കൊണ്ടാട്ടോ ഞാനിത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ മോൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നത് നമുക്ക് വീഡിയോ എടുക്കണം ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുപോകുന്നപ്പോ തന്നെ അത് വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്ന വിചാരിച്ചാൽ മതി. കറണ്ട് ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാ. പിന്നീട് ഇതാണ് നമ്മുടെ സംഭവം. പിന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി വോയിസ് ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ബൈ ബൈ, സീ യു.